സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ. അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ. അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്തിൽ എന്നെ വീണ്ടെടുത്ത രക്ഷിതാവേ ദിനം മുഴുവൻ സൂക്ഷിക്കാം. മുഴുവൻ മാർവിലെന്നെ കാത്ത കൃപയ്ക്കാം. ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. ഈ പകലൻ ജീവിതത്തിൽ തോൽവി വരാതെ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്തിൽ താകണേ. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനാ അധികാരമുള്ള യേശുവിൻ്റെ തിരുമകൾ ഞാൻ ചാരുന്നേ. യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ നാലായാമത്തിൽ ഉണർന്നതിമോദമോടെ വാഴ്ത്തുന്നു. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 74 സങ്കീർത്തനം 13 മുതലുള്ള ചില തിരുവചനങ്ങൾ. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളായ ജനത്തിന് അതിന് ആഹാരമായി കൊടുത്തു. നീ ഉറവും ഒഴുക്കും തുറന്നുവിട്ടു, മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു. പകൽ നിനക്കുള്ളത്, രാവും നിനക്കുള്ളത്, വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു. ഭൂസീമകളെ ഒക്കെയും നീ സ്ഥാപിച്ചു. നീ ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു. യഹോവേ, ശത്രു നിന്ദിച്ചിരിക്കുന്നതും മൂഢജാതി തിരുനാമത്തെ ദുഷിച്ചിരിക്കുന്നതും ഓർക്കേണമേ. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. നിന്റെ നിയമത്തെ കടാക്ഷിക്കണമേ. ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ സാഹസ നിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പീഡിതർ ലജ്ജിച്ച് പിന്തിരിയരുതേ. എളിയവനും ദരിദ്രനും നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ദൈവമേ, എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തേണമേ. ക്രോധൻ ഇടവിടാതെ നിന്നെ നിന്ദിക്കുന്നത് ഓർക്കണമേ. നിന്റെ വൈരികളുടെ ആരവം മറക്കരുതേ. നിന്റെ എതിരാളികളുടെ കലഹം എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് ഹല്ലേലൂയ അല്പമായി നാം നമുക്ക് എന്ത് വിശേഷതയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4:7 കാണുന്നത്, ഹല്ലേലൂയ, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? പ്രിയരെ, നമ്മുടെ ജീവിതത്തിലുള്ളത് എല്ലാം ദൈവം ദാനമായി തന്നതാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ പണം കൊണ്ടോ ഒന്നും നാം നേടിയിട്ടില്ല, നേടാൻ നമുക്ക് സാധിക്കുകയും ഇല്ല. നിന്നതല്ല, ദൈവം നമ്മെ നിർത്തി ഹല്ലേലൂയ അനുദിന ജീവിതത്തിൽ നമ്മെ വഴി നടത്തി. ഒന്നും നാം നേടിയതല്ല, എല്ലാം ദൈവം തന്ന ദാനം. മരുഭൂ യാത്രയിൽ നിരവധി കഷ്ടനഷ്ടങ്ങൾ വന്നപ്പോൾ പകർച്ചവ്യാധികളിൽ നിന്ന്, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് വിടിവിച്ച് നിർത്തിയത് ദൈവമാണ്. പ്രിയരെ, ഈ തിരിച്ചറിവോടെ പൂർണ്ണമായി നമുക്ക് നമ്മെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് നിത്യജീവനായി ഓടുവാൻ, കർത്താവേ,
ഞങ്ങൾക്ക് കൃപ തരയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, അങ്ങ് തന്നത് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ളൂ അപ്പാ. അങ്ങ് തന്ന സന്തോഷത്തിനായി, സൗഖ്യത്തിനായി, സമാധാനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഈ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മീയ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ച സത്യദൈവത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറന്നു തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അതാ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം, എല്ലാവരെയും നിത്യജീവനായി ഒരുക്കണപ്പ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവനായി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണമേ. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിഞ്ഞ് ഭയത്തോടെ ജീവിതങ്ങളിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ രക്തം സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ദിനംതോറും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് പറ്റിച്ചേർന്നായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ ഹല്ലേലൂയ, നാളുകളിൽ ഞങ്ങളും ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണപ്പാ. യേശുവിന്റെ ഇൻപ ശബ്ദം, മകനെ മകളെ എന്നുള്ള ഇൻപ ശബ്ദം കേൾക്കുവാൻ തക്കോടെ ഞങ്ങളുടെ കാതുകളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ആമേൻ. സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ തക്കോടെ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണം കർത്താവേ. ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ ഒന്ന് തുറക്കണം കർത്താവേ. ഞങ്ങളുടെ ദേഹത്തെ ആത്മാവിനെ യേശുവിന്റെ രക്തത്താലും ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ശത്രു കാണാതെ, ദുഷ്ടൻ തൊടാതെ വണ്ണം എല്ലാ മക്കളെയും കാക്കണമേ. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ദൈവം അതിനെ പഠിപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളും അവർ മാത്രമല്ല നാഥ, അവരുടെ കുടുംബവും രക്ഷ പ്രാപിപ്പാൻ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവെ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പലവിധ പാപ പ്രവൃത്തികളിലും അകപ്പെട്ട് കർത്താവെ നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഈ അവസ്ഥയിൽ നിന്ന് വിടിവിക്കുവാൻ എൻ്റെ കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അപ്പ. യേശുവേ, പ്രാർത്ഥന പങ്കെടുക്കുന്ന ഒരു വ്യക്തിയും നഷ്ടമായി തീരുവാനിടയാകരുത് അപ്പ. ആരുടെയും നിത്യജീവൻ നഷ്ടമാകരുതേ. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശു കാണിച്ച മാതൃക പ്രകാരം സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുവാൻ, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ജീവ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. അവരുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടുകൂടെ ഏൽപ്പിക്കുന്നതാണ്. അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന എല്ലാവരെയും നിത്യജീവനായി ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യണപ്പ. അനുഗ്രഹിക്കും, മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.